മഹിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ആ ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അവൾ ഗർഭിണിയായിരുന്നു. അതെ സർ, 3 മാസം. ദൈവം നമ്മുടെ കൂടെയാണല്ലോ. ഗർഭിണിയായ കാമുകിയെ ആഭ്യന്തരമന്ത്രി കൊന്നു, അതും മനഃപൂർവ്വം സൃഷ്ടിച്ചൊരു കാർ അപകടത്തിലൂടെ. മഹീന്ദ്രവർമ്മയെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കി. മഹീന്ദ്രവർമ്മ അറസ്റ്റ്. എങ്ങനെ? ആന്റണി, ലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്? ലക്ഷ്മി മരിച്ചു. കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടത് താനാണ്. അങ്ങനെ 10 പൈസ പോലും മുടക്കാതെ മഹിയുടെ 20 MLA-മാർ നമ്മുടെ കയ്യിലായി. എല്ലാവരും പോന്നോ? ആരും എതിർപ്പൊന്നും പറഞ്ഞില്ലേ? ആരെതിർക്കാൻ? എതിർക്കുന്നവൻ അകത്ത് പോവില്ലേ? ആ, പിന്നെ ഒരു കാര്യം സർ, കൃഷ്ണഗിരി ക്ലീൻ. ജയം മരിച്ചതോടെ എല്ലാവരും ഓടിക്കളഞ്ഞു. ഒരുത്തന്റെയും പൊടി പോലുമില്ല. വെരി ഗുഡ്. അപ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിന്നാ മതിയോ? നാളെ വെളുപ്പിന് 6 മണിക്കാണ് നമ്മുടെ പ്ലാന്റേഷൻ ഉദ്ഘാടനം. ശത്രുക്കളെല്ലാം ഒതുങ്ങിയെങ്കിലും നമ്മളൊന്ന് കരുതിയിരിക്കും നല്ലതാ. 2-3 വണ്ടി പോലീസ്, അതും വിശ്വാസമുള്ളവർ മാത്രം. 5:45 തുടങ്ങി 6 മണി വരെ പൂജ. 6 മണി കഴിഞ്ഞാൽ ആദ്യത്തെ തൈ ഞാൻ നടും, രണ്ടാമത്തെ തൈ ബോംബെക്കാരൻ. പറഞ്ഞതുപോലെ അവർ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. വൈകിട്ട് അവർക്ക് ഒരു പാർട്ടി കൊടുക്കണം. ശരി, ഒരു കലാപരിപാടി എന്ന നിലയ്ക്ക് ആ പ്രകൃതി സംരക്ഷണക്കാരെയും മദ്യവിരുദ്ധന്മാരെയൊക്കെ കൂടെ ഒന്ന് വിളിച്ചേക്കാം. വല്ല കവിതയൊക്കെ പാടട്ടെ. അത് കൊള്ളാം. ഒരു മേളമൊക്കെ ആയല്ലോ. ദേശീയോദ്ഗ്രഥനം. കേട്ടോ സാറേ, മഹി ഇങ്ങനെ ആശുപത്രിയിൽ ഇട്ടിരിക്കുന്നത് നല്ലതല്ല. അയാൾക്ക് പറയത്തക്ക അവശത ഒന്നുമില്ല. അവിടുന്ന് ചാടിപ്പോവാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാ. ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞ് നമുക്ക് അയാളെ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയാലോ? റെഡ് പാലസ് ഒഴിഞ്ഞിടക്കല്ലേ, അങ്ങോട്ട് കൊണ്ടുപോകാം. പരിസരത്തൊന്നും ഒരു മനുഷ്യജീവി പോലുമില്ല. താൻ പറഞ്ഞ ശരിയാ. റിമാൻഡിൽ വെച്ചില്ലെങ്കിൽ ആ വലിയ തമ്പുരാൻ വന്നവന് ജാമ്യത്തിലിറക്കും. അവനിനി ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. ഒരിക്കലും. തുറക്കോ.
ഈ വണ്ടി നമുക്ക് ആവശ്യം വരും. ആൻസർ. നിങ്ങൾ പേടിക്കണ്ട. വേഗം കേറ്. ഇപ്പോൾ 4 മണിയായി കാണും. ഇനി 2 മണിക്കൂർ കൂടി മാത്രമേ ഉള്ളൂ. ആലോചിച്ചേൽക്കാൻ സമയമില്ല. ആളുകളെല്ലാം എവിടാണ്? ആ മലയുടെ അപ്പുറത്ത് എളുപ്പ വഴിയുണ്ട്. ഈ വണ്ടിയിൽ ഇതുവഴി പോയാൽ 1 മണിക്കൂർ കൊണ്ട് അടിവാരത്തെത്താം. പിന്നെ വണ്ടി പോയില്ല. എല്ലാവരെയും കൂടി മല കയറിയാൽ കൃഷ്ണഗിരിയായി. ശരി, നിങ്ങൾ അവരെയും കൂട്ടി അവിടെ വരിക. ഞാൻ ഈ വണ്ടിയിൽ ചുരം കയറി അവിടെ എത്താം. ഒറ്റയ്ക്ക് പോകണ്ട സാർ. തന്നെയുമല്ല, അത് ദൂരെ കൂടുതലാണ്. സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. നിങ്ങൾ പൊയ്ക്കോളൂ. സാർ എപ്പോഴും അവിടെ എത്തും? കൃത്യസമയത്ത് തന്നെ ഞാൻ അവിടെ എത്തും. ശരി. അന്ന് ഒരബദ്ധം പറ്റിയതാണ്. സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. സാരമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ പൊയ്ക്കോളൂ. മഴയ്ക്ക് മുമ്പ് അവിടെ എത്താം. ചന്ദനം തന്നെ. ആ, തിരുമേനി, മഴ വരും. പൂജയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. അഗ്നിയും ജലവും നല്ല സമയം തന്നെ. ആ,
വേടാ മതിയടാ. രണ്ട് തേയിലച്ചെടി കുഴിച്ചു വയ്ക്കാനാണോടാ ഇത്? ഇതിൽ ഒരാളെ കുഴിച്ചിടാമല്ലോ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? തുടങ്ങിക്കോ. നിങ്ങൾ ഇത്രയും പ്രകൃതി സ്നേഹികളെ ഇവിടെ ഉള്ളൂ. ഇതൊക്കെ മതി. നിങ്ങൾ തകർത്തോ. പ്രോഗ്രാം കഴിയുമ്പോ കാശ് തന്നാ പോരെ. എന്നാ ഒരു പ്രബന്ധം അവതരിപ്പിക്കട്ടെ. വേണ്ട വേണ്ട, കവിതയെ വല്ലോണ്ടേ പാട്. ഹാവനമേ വനപുഷ്പമേ നിന്റെ കരിമിഴി കണ്ണുകൾ നനയുന്നതും നിന്റെ गणपतिं हवामहे कविं कवीनाम् उपवस्त्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पदा आनशृण्वन्नोतिभिः सीदसादनम् ലംബോദരായ നമഃ. ഓം ധൂമ്രവർണ്ണായ നമഃ. ഓം വികടായ നമഃ. ഓം വിഘ്നനായകായ നമഃ. ഓം വിമുഖായ നമഃ. ഓം ദുർമുഖായ നമഃ. ഓം ബുദ്ധായ നമഃ. ഓം വിഘ്നരാജായ നമഃ. ഓം ഭീമായ നമഃ. ഓം പ്രമോദായ നമഃ. ഓം ആമോദായ നമഃ. ഓം പുരാനന്ദായ നമഃ. ഓം മതോത്കടായ നമഃ. ഓം ഹേരാംബായ നമഃ. ഓം ശംബരായ നമഃ. ഓം അലംബടായ നമഃ. ഓം അഭീരവേ നമഃ. ഓം മേഘനാഥായ നമഃ. ഓം ഗണഞ്ജയായ നമഃ. ഓം വിനായകായ നമഃ. ഓം വിരൂപായ ഉമാപുത്രായ നമഃ. ഓം മഹനാശനായ നമഃ. ഓം കുമാരഗുരവേ നമഃ.
ആ